മുഖം ദീർഘിപ്പിക്കാതെ ദൈവവചനത്തിലേക്ക് തന്നെ കടക്കട്ടെ. 3 വാക്യങ്ങളെ ഒരുമിച്ച് വായിക്കാം. ഈ ദിവസങ്ങളിൽ വരുന്ന 3 ദിവസങ്ങളിൽ നമ്മൾ ആ 3 വാക്യങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കും ദൈവവചനം ധ്യാനിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 12-20 വാക്യങ്ങൾ. 12-20 ഒന്നാമത്തേതായി വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 12-ാം വാക്യമോ 20-ാം വാക്യമോ? ആത്മാവിന് പോകേണ്ടിയ ഇടത്തേക്ക് തന്നെ പോകും. ഒന്നാമതായി നാം വായിച്ച വേദഭാഗം യെഹെസ്കേൽ 1:12, ആത്മാവിന് പോകേണ്ടിയ ഇടത്തേക്ക് തന്നെ പോകും. അടുത്തതായി യെഹെസ്കേൽ പ്രവചനം 2-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യെഹെസ്കേൽ പ്രവചനം 2-ാം അധ്യായം 2-ാം വാക്യം. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിച്ചത്, ആത്മാവിന് പോകേണ്ടുന്നിടത്തൊക്കെയും പോകുന്നു എന്ന് വായിച്ചു. 2-ാമതായി നാം വായിച്ചു, ആത്മാവ് എന്നിൽ വന്നു എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി എന്ന് നാം വായിച്ചു. അടുത്തതായി 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 3-ാം അധ്യായം 14-ാം വാക്യം പ്രാരംഭ ഭാഗം മാത്രം നമുക്ക് ഇന്നൊന്ന് വായിക്കാം. ആത്മാവ് എന്നെ എടുത്തുകൊണ്ടുപോയി. യെഹെസ്കേൽ പ്രവചനത്തെ നാം പഠിക്കുമ്പോൾ പ്രധാനമായി 4 ഭാഗമായി നമുക്ക് പഠിപ്പാൻ കഴിയും. യെഹെസ്കേൽ പ്രവചനം എന്ന് കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾ ഭയങ്കര പേടിക്കുകയൊന്നും വേണ്ട. യെഹെസ്കേൽ, വെളിപ്പാട്, ദാനിയേൽ എന്നൊക്കെ കേൾക്കുമ്പോൾ പൊതുവേ നമ്മുടെ ഇടയിൽ ആകെ ഇത് കോംപ്ലിക്കേഷനാണെന്നൊക്കെ ചിന്തിക്കും. അങ്ങനെയൊന്നുമല്ല. യെഹെസ്കേൽ പ്രവചനത്തെ പ്രധാനമായി നമുക്ക് 4 ഭാഗമായി തിരിച്ചു പഠിക്കാം. ആരംഭത്തിലെ 1, 2, 3 അധ്യായങ്ങൾ യെഹെസ്കേൽ പ്രവാചകൻ ഉണ്ടാകുന്ന പേഴ്സണൽ എൻകൗണ്ടറാണ് അവിടെ പറയുന്നത്. ദൈവവും താനും തമ്മിലുള്ളതായ വ്യക്തിപരമായ ബന്ധമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എല്ലാ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലും നാം പഠിച്ചാൽ അവരുടെ ഒരു പേഴ്സണൽ എൻകൗണ്ടർ ചാപ്റ്റർ നമുക്കുണ്ടായിരിക്കും. യെശയ്യാ പ്രവചനത്തിൽ അതുണ്ട്, യെരമ്യാ പ്രവചനത്തിൽ അതുണ്ട്. ഇങ്ങനെ വ്യക്തിപരമായി ദൈവത്തെ കണ്ടുമുട്ടുന്നതായ ഒരനുഭവം ഒരു ശുശ്രൂഷയുടെ പുറകിലുണ്ട്. എല്ലാ ശുശ്രൂഷകൻ്റെ പിമ്പിലും ഒരു പേഴ്സണൽ എൻകൗണ്ടറുണ്ട്. ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാകാതെ ഒരിക്കലും ഒരാൾ ഒരു മിനിസ്റ്ററായി മാറുകയില്ല. ആകയാൽ യെഹെസ്കേൽ പ്രവാചകത്തിൻ്റെ ആദ്യത്തെ 3 അധ്യായങ്ങൾ ഹിസ് പേഴ്സണൽ എൻകൗണ്ടർ. വീണ്ടും 4 തുടങ്ങി 24 വരെയുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ യഹൂദ ജാതിയോടും യെരൂശലേം പട്ടണത്തോടും ദൈവം സംസാരിക്കുകയാണ്. യഹൂദ ജാതിയോടും യെരൂശലേം പട്ടണത്തോടും ദൈവം സംസാരിക്കുകയാണ്. ദൈവം മനുഷ്യനോട് മാത്രമല്ല, ദൈവം ഒരു ദേശത്തോടും സംസാരിക്കും. ദൈവം അബുദാബിയിലുള്ള കുറച്ച് ദൈവമക്കളോട് മാത്രമല്ല, അബുദാബി ദേശത്തെക്കുറിച്ചും ദൈവത്തിനൊരു കൺസേൺ ഉണ്ട്. 3-ാമത്തെ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 25 തുടങ്ങി 32 വരെയുള്ള അധ്യായങ്ങൾ നാം കടന്നു വരുമ്പോൾ ഈ യെഹെസ്കേൽ പ്രവാചകത്തിൻ്റെ പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ ദൈവം ഇസ്രായേലുമായി തെറ്റുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ തെറ്റി അവൻ്റെ സംരക്ഷണ മതിലിൽ നിന്ന് അവൻ വെളിയിൽ പോകുമ്പോൾ ഫോറിൻ നേഷൻസ്, വിദേശ ജാതികൾ, രാജാക്കന്മാർ, രാഷ്ട്രങ്ങൾ വന്ന് യഹൂദനെ ആക്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിന് ചുറ്റുപാടിലുള്ളത്. 25 തുടങ്ങി 32 വരെയുള്ള അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ റിവെഞ്ച്, ഈ യഹൂദനെ ആക്രമിച്ച, ഇസ്രായേലിനെ ആക്രമിച്ച ജാതികളോടുള്ള ദൈവത്തിൻ്റെ പ്രതികാര സന്ദേശമാണ് 25 തുടങ്ങി 32 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവസാന അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ 33 തുടങ്ങി 48 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഞാനതിനെ ചാപ്റ്റേഴ്സ് ഓഫ് റിസ്റ്റോറേഷൻ എന്നാണ് പറയുന്നത്. എന്നാൽ മറ്റു ചിലർ അതിനെ പറയുന്നത് ചാപ്റ്റേഴ്സ് ഓഫ് ഹോപ്പ് ആൻഡ് സാൽവേഷൻ എന്നാണ് പറയുന്നത്. ഇത് ഇസ്രായേലിൻ്റെ, തകർന്ന ഇസ്രായേലിൻ്റെ, മുൻപേ നാം കേട്ടതുപോലെ വീണുപോയ ദാവീദിൻ്റെ കൂടാരത്തിൻ്റെ ഒരു യഥാസ്ഥാപനത്തെയാണ് 33 തുടങ്ങി 48 വരെയുള്ള അധ്യായങ്ങളിൽ, അല്ലെങ്കിൽ അവൻ്റെ പ്രതീക്ഷയെയും അവൻ്റെ രക്ഷയെയും കുറിച്ചാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. യെഹെസ്കേൽ പ്രവാചകൻ്റെ ഈ ഒരു ഭാഗം ഞാൻ ഇത്രയും പറഞ്ഞു എന്ന് മാത്രം. ഈ അവസാനത്തെ അധ്യായം 33 തുടങ്ങി 48 വരെയുള്ള അധ്യായം വെളിപ്പാട് പുസ്തകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകൻ്റെ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യെഹെസ്കേൽ പ്രവാചക പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം
അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രായം എഴുതിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. 30-ാം ആണ്ട് 5-ാം മാസമെന്ന്. അത് അദ്ദേഹത്തിൻ്റെ വയസ്സാണ് പറയുന്നത്. 30-ാം ആണ്ടിലാണ് ഈ മനുഷ്യൻ പ്രവാചക ദർശനത്തിലേക്ക് കടന്നു വരുന്നത്. തുടങ്ങിയ 22 വർഷങ്ങൾ ഈ മനുഷ്യൻ തുടർമാനമായി ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. റെക്കോർഡ് ചെയ്യപ്പെട്ട അവസാനത്തെ ദർശനം എന്ന് പറയുന്നത് 52-ാമത്തെ വയസ്സിലാണ്. 52-ാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ ഒരു ചെറിയ പ്രായമായി നമുക്ക് തോന്നിയേക്കും. പക്ഷെങ്കിൽ നീണ്ട 22 വർഷം തുടർമാനമായി ദൈവവുമായുള്ള ദൈവത്തിൻ്റെ ദർശനങ്ങളും ദൈവത്തിൻ്റെ ശബ്ദങ്ങളും താൻ കേട്ടുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, ഈ മനുഷ്യൻ ജനിക്കുന്ന വർഷം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ BC 622 ഈ മനുഷ്യൻ ജനിക്കുന്നത്. ഈ മനുഷ്യൻ ജനിക്കുന്ന കാലഘട്ടമെന്ന് നാം പഠിച്ചാൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 22-ാം അധ്യായത്തിൽ BC 622 ചരിത്രമാണ് എഴുതിയിരിക്കുന്നത്. യോശിയ എന്ന് പറയുന്ന 8-ാമത്തെ വയസ്സിൽ രാജാവായി തീർന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ ദൈവത്തോട് ഒത്തിരി പ്രീതിയുള്ളവനും ഇസ്രായേലിൽ ഒരു റിവൈവൽ ആഗ്രഹിക്കുന്നവനുമായിരുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ കണ്ടെടുക്കുകയും ജനത്തെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സീസൺ ഓഫ് റിവൈവലിലാണ് ഈ യെഹെസ്കേൽ ജനിക്കുന്നത്. 622 ഉണ്ടായ ഉണർവിൻ്റെ കാലഘട്ടത്തിലാണ് യെഹെസ്കേൽ ജനിക്കുന്നത്. ഞാനൊരു യാഥാർത്ഥ്യം പറയട്ടെ സഹോദരങ്ങളെ, ഒരു ഉണർവിൻ്റെ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ, സ്തോത്രം, അവനിൽ പോലും ഒരു ദൈവത്തിൻ്റെ ദൗത്യത്തെ നമുക്ക് കാണുവാൻ കഴിയും. ആകയാൽ നമ്മൾ പലപ്പോഴും പറയും, വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ട് മക്കളില്ല, 5 വർഷമായിട്ട് മക്കളില്ലെന്നൊക്കെ നമ്മൾ പറയും. ദൈവം എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാനല്ല ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു പർപ്പസ് പീരീഡ് ഉണ്ട്. കല്യാണം കഴിക്കാത്ത മറിയയ്ക്കും മച്ചി എന്ന് പറഞ്ഞ് കിളവിയായിപ്പോയ എലിസബത്തിനും ഒരേ വർഷമാണ് ദൈവം കുഞ്ഞിനെ കൊടുത്തത്. ആകയാൽ ആമേൻ, അവിചാരിതമായി ഗർഭം ധരിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നുവോ എന്നുള്ളത് എനിക്കറിയുകയില്ല. പക്ഷേ ഞാൻ പറയാം, ഒരു റിവൈവലിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു ഫാമിലിക്കകത്ത് ഉണ്ടാകുന്ന എപ്പോൾ കുഞ്ഞ് ജനിക്കണമെന്നുള്ളത് അത് മാതാവിനും പിതാവിനും അതിനകത്തൊരു റോളുമില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അങ്ങനെ ജനിച്ച കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരമുയർത്തി ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. നമ്മൾ ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഈ യെഹെസ്കേലിൻ്റെ പ്രവചനമൊക്കെ പഠിക്കുമ്പോൾ യെഹെസ്കേൽ പ്രവചനം ഒറ്റ വാക്കിൽ പറയും ബാബേൽ പ്രവാസകാലത്തിലേക്ക്, ബാബേൽ പ്രവാസകാലത്ത് എന്ന്. എന്നാൽ ബാബേൽ പ്രവാസകാലം നാം പഠിക്കുമ്പോൾ ബാബേൽ പ്രവാസം 3 കാലഘട്ടങ്ങളിൽ കൂടെയാണ് സംഭവിക്കുന്നത്. 3 ഡിപ്പോർട്ടേഷൻസ് ഓഫ് ജുദയ എന്നാണ് നമുക്കതിനെ കാണുവാൻ കഴിയുന്നത്. 1-ാമത്തെ കാലഘട്ടത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആ പിക്ചർ ഒന്ന് കാണിക്കാമോ? 3 കാലഘട്ടങ്ങളിലായിട്ടാണ് ആ ഡിപ്പോർട്ടേഷനുകൾ സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്തേത് സംഭവിക്കുമ്പോൾ വേഗത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഭാഗത്തിലേക്ക് നാം വരുമ്പോൾ അതല്ല, 3 ലൈനായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ഡീപ്പോർട്ടേഷൻ, നമ്മൾ ഈ 3 ഡീപ്പോർട്ടേഷനെ വേഗത്തിൽ നമുക്ക് പഠിപ്പാനായി ഞാൻ പറയാം. 1-ാമത്തെ ഡീപ്പോർട്ടേഷനിൽ ദാനിയേൽ പിടിക്കപ്പെട്ടു കൊണ്ടുപോയി. അന്ന് യഹൂദനെയോ യെറുശലേമിനെയോ ഒന്നും നശിപ്പിക്കുന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 24-ാം അധ്യായം 1 തുടങ്ങി 7 വരെയുള്ള വാക്യങ്ങളിൽ BC 605 സംഭവിച്ച 1-ാമത്തെ പ്രവാസത്തെ ഡിപ്പോർട്ടേഷനെ കാണാം. അവിടെ പിടിക്കപ്പെട്ടത് ദാനിയേലും അതുപോലെയുള്ള അവിടുത്തെ പ്രഭുക്കന്മാരുമാണ് പിടിക്കപ്പെട്ടു കൊണ്ടുപോയത്. അതിന് ഏതാണ്ട് 8 വർഷങ്ങൾക്ക് അനന്തരമായിട്ടാണ് സെക്കൻഡ് ഡിപ്പോർട്ടേഷൻ സംഭവിക്കുന്നത്. ഇതും ഇതേ അധ്യായത്തിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 10 തുടങ്ങി 16 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. ആദ്യത്തെ പ്രാവശ്യം ദാനിയേൽ പിടിക്കപ്പെടുന്നു. 2-ാമത്തെ പ്രാവശ്യം യെഹെസ്കേൽ പ്രവാചകൻ പിടിക്കപ്പെടുന്നു. 3-ാമത്തെ പ്രാവശ്യമാണ് ആലയം തകർക്കപ്പെടുന്നത്. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ആലയം തകർക്കപ്പെട്ടതിന് ശേഷമാണ് ദാനിയേലും യെഹെസ്കേലും ഒക്കെ പിടിക്കപ്പെട്ടു കൊണ്ടുപോയത്. അല്ല, ദാനിയേൽ പിടിക്കപ്പെടുകയും യെഹെസ്കേൽ കൊണ്ടുപോകപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ആലയം തകർക്കപ്പെടുന്നത്. ഇങ്ങനെ രണ്ടാമത്തെ ഈ പ്രവാസത്തിൽ പിടിക്കപ്പെട്ടു കൊണ്ടുപോയ ഈ ഒരു കാലഘട്ടത്തിലാണ് യെഹോയാക്കീം രാജാവൊക്കെ പിടിക്കപ്പെട്ടു കൊണ്ടുപോകുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് യെഹെസ്കേൽ പ്രവാചകനും പിടിക്കപ്പെട്ടു കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഈ യെഹെസ്കേൽ പ്രവാചകൻ പിടിക്കപ്പെട്ടു പോകുമ്പോൾ അത് വരുന്ന നാളത്തെ ദിവസം നമുക്ക് വളരെ മനോഹരമായിട്ട് ആ വിഷയത്തെ ധ്യാനിപ്പാനുണ്ട്.
പഠിക്കുവാനുണ്ട്. യെഹെസ്കേൽ പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പുരോഹിതൻ്റെ മകനായിരുന്നു. അക്കാലത്തിൽ ഒരു ലേവ്യ പുരോഹിതനെ സംബന്ധിച്ച് ഒരു പുരോഹിതന് മകനുണ്ടായാൽ ആദ്യത്തെ 13 വർഷം പ്രിലിമിനറി സ്കൂളിംഗ് എല്ലാം ആലയത്തോട് ചേർന്നുള്ള ഒരു ചെറിയ ടെൻറ്റിനകത്തായിരിക്കും പഠിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ 13 വർഷങ്ങളും ദൈവാലയത്തോട് ചേർന്ന് പഠിച്ചു വരുന്ന ഈ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ ഉള്ളതായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു പുരോഹിതനായി തീരണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഉള്ളത്. ഒരു പുരോഹിതനായി തീരണം എന്നുള്ള 2 പ്രീസ്റ്റിൻ്റെ പടമുണ്ട്. പുരോഹിതനായി തീരണം. അപ്പോൾ ഈ കുഞ്ഞു മനസ്സിനകത്ത് അവൻ്റെ മനസ്സിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ഒരു പുരോഹിതനായി തീരുവാൻ കഴിയും. ഒന്നുകിൽ പഞ്ഞിനൂൽ കൊണ്ടുള്ള നിലയങ്കി ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മനോഹരമായിരിക്കുന്ന രത്നങ്ങൾ പതിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു പുരോഹിതനായി നിൽക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ യെഹെസ്കേലിൻ്റെ ബാല്യകാലമൊക്കെ വളർന്നു വന്നത്. എന്നാൽ 597 തൻ്റെ 25-ാമത്തെ വയസ്സിലാണ് താൻ പിടിക്കപ്പെട്ടുകൊണ്ട് പോകുന്നത്. 25-ാമത്തെ വയസ്സിൽ പിടിക്കപ്പെട്ടുകൊണ്ടുപോയി 30-ാമത്തെ വയസ്സിലാണ് തൻ്റെ പ്രവാസത്തിൻ്റെ 5-ാമത്തെ വർഷമാണ് തനിക്ക് ദർശനമുണ്ടാകുന്നത്. ഒത്തിരി സ്വപ്നങ്ങളോടുകൂടി കയറി വന്ന ഒരു മനുഷ്യനായിരുന്നു യെഹെസ്കേൽ എന്ന പുരോഹിതൻ. ബൂസി പുരോഹിതൻ്റെ മകനായിരിക്കുന്ന യെഹെസ്കേൽ 13 വയസ്സ് വരെ ഈ പൗരോഹിത്യ ശുശ്രൂഷയെ സ്വപ്നം കണ്ടു വളർന്നവൻ. 25-ാമത്തെ വയസ്സിൽ ആ നാട്ടിൽ നിന്ന് പിടിക്കപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ സ്വപ്നങ്ങളെല്ലാം വീണുടഞ്ഞു. 5 വർഷം എന്തായിരുന്നുവെന്ന് പറയുന്നില്ല. പക്ഷേ 30-ാമത്തെ വർഷത്തിൽ സംഭവിക്കുന്ന പ്രാരംഭം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം അവിടെ ഒന്ന് വായിക്കുമ്പോൾ, യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അവിടെ പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. ഞാൻ പറയട്ടെ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയട്ടെ, ജീവിതത്തിൽ എല്ലാ കാലവും റോക്കറ്റ് പോലെ മേപ്പോട്ട് കയറി പോകത്തില്ല. സ്വപ്നങ്ങൾ തകരുന്ന ഒരു രാത്രി നമ്മുടെ ജീവിതത്തിൽ വരും. പ്രതീക്ഷകൾ ഉടയുന്ന ഒരു കാലഘട്ടം ജീവിതത്തിൽ കടന്നു വരും. നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മളുടെ പ്ലാനുകളും നമ്മളുടെ പർപ്പസുകളും എല്ലാം വീണ ഒരു ചില്ലുകൊട്ടാരം വീണുടയുന്നത് പോലെ ഉടഞ്ഞു പോകുന്ന ഒരു അവസ്ഥ കടന്നു വരും. പക്ഷേ ആ സാഹചര്യത്തിൽ നമ്മളെ കൈവിടാതെ, മുൻപേ നാം പാടിയല്ലോ, ഉലകത്തിൻ്റെ വാതിലുകൾ അടയുമ്പോൾ ഉയരത്തിൻ്റെ വാതിലുകൾ തുറക്കും എന്നുള്ളത്. യെഹെസ്കേൽ പ്രവചനത്തിലെ 1-ാമത്തെ ദൂത് ഇതാകുന്നു. യെഹെസ്കേൽ പ്രവചനത്തിലെ 1-ാമത്തെ ദൂത് ഇതാകുന്നു: നിന്റെ മുൻപാകെ ഭൂമിയുടെ വാതിലുകൾ അടയുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും എന്നുള്ളതാണ്. ഇനി അതിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് പ്രധാനമായ 3 ഭാഗങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. വാട്ട് ഈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്? വാട്ട് ഈസ് ദ എൻകൗണ്ടർ ഓഫ് ഗോഡ്? അവിടെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. അപ്പോൾ ദൈവിക എൻകൗണ്ടറുകൾ എന്ത് ചെയ്യാൻ കഴിയുന്നതാണ്? കാണുവാൻ കഴിയുന്നതാണ്. വീണ്ടും അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൽദയ ദേശത്ത് കെബാർ നദീതീരത്ത് വെച്ച് ബൂസിയുടെ മകൻ യെഹെസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ഹി ലിസൺ ടു സംതിങ്. ആമേൻ. ദൈവം ഒരു മനുഷ്യനോട് ഇടപെട്ടാൽ 1 അത് കാണുവാൻ കഴിയും, 2 അത് കേൾക്കാൻ കഴിയും. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. അങ്ങനെയെങ്കിൽ അത് ഫീൽ ചെയ്യുവാൻ കഴിയും. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു പ്രഹേളികയല്ല, അത് ചുമ്മാ അതൊരു പറച്ചിലല്ല, അത് കാണാൻ കഴിയുന്നതാണ്, അത് കേൾക്കാൻ കഴിയുന്നതാണ്, അതെൻ്റെ ശരീരത്തിൽ ഫീൽ ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഒറ്റ വാക്കിൽ പറയാം, the presence of God, the dealing of God is tangible. ഇന്ന് രാത്രികാലം വിളിച്ചു പറഞ്ഞാട്ടെ, ദൈവ സാന്നിധ്യം ടാൻജിബിൾ ആണ്. ഇന്ന് രാത്രി ഇതിനകത്തും ആ ടാൻജിബിൾ പ്രസൻസ് ഓഫ് ഗോഡ്, ആ ടാൻജിബിൾ മൂവിംഗ് ഓഫ് സ്പിരിറ്റ് ഇന്ന് രാത്രിയും ഇതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് സ്തുതിച്ചാട്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നുള്ളത് അത് കഥ എഴുതി തീർക്കാനുള്ളതല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നുള്ളത് സ്വപ്നം കണ്ട് ഒതുങ്ങുന്നതല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നുള്ള അത്ഭുതകരമായി നാം നമ്മുടെ ജീവിതത്തിൽ രുചിച്ചറിയുന്നതാണ്. സ്തോത്രം. 4 സെഷനുകളിലായി നമുക്കിത് പതുക്കെ കടന്നു പോകാം. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇതെങ്ങും എത്തത്തില്ല. അതുകൊണ്ട് അതിലേക്ക് കടന്നു വരുമ്പോൾ, സ്വർഗം തുറന്ന് ദിവ്യ ദർശനങ്ങളെ കണ്ടു. എന്താണ് താൻ കണ്ട ദിവ്യ ദർശനം എന്ന് പഠിപ്പാൻ തക്കവണ്ണം നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, താൻ സ്വർഗം തുറന്ന് ദിവ്യ ദർശനം കണ്ടു. ആ
ആ ദർശനത്തിൻ്റെ പ്രാരംഭ ഭാഗം ഒരു കൊടുങ്കാറ്റാണ്. ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റടിക്കുന്നു. കൊടുങ്കാറ്റ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യൻ ഭയപ്പെടാറാണ് സാധ്യത. സ്തോത്രം. ഒരു കൊടുങ്കാറ്റ് ആരംഭിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, സ്വർഗം തുറന്ന മനുഷ്യൻ നേരിടുന്നത് കൊടുങ്കാറ്റാണ്. നമ്മൾ പലപ്പോഴും എന്താണ് ചിന്തിക്കുന്നത്? സ്വർഗം തുറന്നാൽ ഉടനെ ഒരു പാലസ് എനിക്ക് വെളിപ്പെട്ട് വരും, സ്വർഗം തുറന്നാൽ ഉടനെ ഒരു നല്ല ബെഡ് എനിക്ക് വെളിപ്പെട്ട് വരും. നോ നോ നോ. സ്വർഗം തുറന്നപ്പോൾ ആരംഭത്തിൽ എന്താണ് സംഭവിച്ചത്? എ ഗ്രേറ്റ് whirlwind was coming. ഇന്ന് രാത്രികാലം തിരിച്ചറിയണം, ചില ദൈവിക എൻകൗണ്ടറുകളുടെ ആരംഭം കൊടുങ്കാറ്റിലായിരിക്കും. ചില ദൈവിക ഇടപെടലുകളുടെ ആരംഭം കൊടുങ്കാറ്റിലായിരിക്കും. ഹല്ലേലൂയ. അവിടേക്ക് നാം കടന്നു വരുമ്പോൾ സ്തോത്രം, നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു കൊടുങ്കാറ്റടിക്കുകയാണ്. ആ കൊടുങ്കാറ്റിന് അനന്തരമായി താൻ നോക്കുമ്പോൾ ഭയങ്കരമായ ഒരു മേഘം ആ കൊടുങ്കാറ്റിൽ കടന്നു വരികയാണ്. സഹോദരങ്ങളെ, പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മേഘം എന്നുള്ളത് ഒരു അനുഗ്രഹത്തിൻ്റെ ലക്ഷണമല്ല, മേഘം എന്നുള്ളത് ന്യായവിധിയുടെ ലക്ഷണമാണ്. കാരണം ഈ മേഘത്തെ ആരംഭത്തിങ്കൽ കാണുന്നത് എവിടെയാണെന്നറിയാമോ? നോഹയുടെ കാലത്ത് ദൈവത്തിൻ്റെ ക്രോധമാണ്. ആ മേഘത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ വില്ല് വെച്ച് ദൈവം തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ്. കൊടുങ്കാറ്റ് അനർത്ഥമാണ്. മേഘം ഒരു ന്യായവിധിയെ പോലെ തനിക്ക് തോന്നുകയാണ്. തൻ്റെ ഉള്ളു പെടയാൻ തുടങ്ങി. പക്ഷേ അതിനകത്ത് വേറെ ഒരു ദർശനത്തെ താൻ കണ്ടോ? കൊടുങ്കാറ്റും മേഘവും. മേഘം രണ്ട്, സൂര്യനെ മറയ്ക്കുന്നതാണ്, പ്രതീക്ഷകളെ മറയ്ക്കുന്നതാണ്. യെഹെസ്കേലിൻ്റെ മുമ്പിൽ ഒരു ഭയങ്കര കൊടുങ്കാറ്റടിച്ചു. തൻ്റെ കാഴ്ചയെ മറയ്ക്കുന്ന, തൻ്റെ പ്രതീക്ഷകളെ മറയ്ക്കുന്ന ഒരു മേഘം വന്ന് നിറഞ്ഞു. പക്ഷേ ആ മേഘത്തിൻ്റെ നടുവിൽ താൻ ഒരു ദർശനത്തെ കണ്ടു. ആമേൻ. ഒരു പാളിക്കത്തുന്ന തീ എന്നാണ് മലയാളത്തിൽ പറയുന്നത്, പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്നത് എ ഫയർ ഇൻഫോൾഡിങ് എന്നാണ്. എന്ന് പറഞ്ഞാൽ പടരുന്നതും അണഞ്ഞു പോകുന്നതുമല്ല, അകത്തിങ്ങനെ റൗണ്ടായിട്ട് നിൽക്കുന്ന ഒരു തീ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഒരു കൊടുങ്കാറ്റിനകത്തൊരു തീക്ക് കത്തി നിൽക്കാൻ കഴിയുമോ? ഒരു കൊടുങ്കാറ്റടിച്ചാൽ ഒന്നുകിൽ ആ തീ സ്പ്രെഡാകും, അല്ലെങ്കിൽ ആ തീ അണഞ്ഞു പോകും. ആമേൻ. ഒരു പ്രപഞ്ചത്തിൻ്റെ നാച്ചുറൽ സാധ്യതകൾ രണ്ട് കാര്യമാണ്. കൊടുങ്കാറ്റടിച്ചാൽ ഒന്നുകിൽ തീ സ്പ്രെഡാകും, അല്ലെങ്കിൽ തീ അണഞ്ഞു പോകും. പക്ഷേ ആ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ യെഹെസ്കേൽ ഒരു ദർശനം കണ്ടു. കൊടുങ്കാറ്റിന് സ്പ്രെഡ് ചെയ്യാൻ കഴിയാത്ത ഒരു തീ, കൊടുങ്കാറ്റിനെ അണച്ചു കളയാൻ കഴിയാത്ത ഒരു തീ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിനക്കെതിരെ വീശുന്ന സകല കൊടുങ്കാറ്റിൻ്റെയോ മേഘത്തിൻ്റെ അകത്ത് അണയാൻ കഴിയാത്ത, കാറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് ചെതറിപ്പോകാത്ത ഒരു ഫയർ, ഒരു അനോയിന്റിങ്, ഒരു അധികാരത്തിൻ്റെ അഭിഷേകം ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അതാണ് എൻകൗണ്ടറിന്റെ ബിഗിനിങ്. ഞാൻ പറയട്ടെ, അണയാത്ത അഭിഷേകമാണ് ദൈവിക ബന്ധത്തിന്റെ ആരംഭം. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. Amen. കൊടുങ്കാറ്റ് കണ്ടു, മേഘം കണ്ടു. പക്ഷെ മേഘത്തിനകത്ത് പാളിക്കത്തുന്ന ഒരു തീയെ കണ്ടു. തീയെ കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ കാഴ്ചപ്പാട് മാറി. തീയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ മേഘത്തിൻ്റെ ചുറ്റും താൻ ഒരു വലിയ ബ്രൈറ്റ്നസ്, ഒരു പ്രകാശത്തെ കാണാൻ തുടങ്ങി. സ്തോത്രം. തീയെ കണ്ടവൻ മേഘത്തിൻ്റെ ചുറ്റും ഒരു പ്രകാശം കാണും. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, തീയുടെ ദർശനമുള്ളവന് ഏത് മേഘത്തിൻ്റെ ചുറ്റിലും ഒരു പ്രകാശത്തെ കാണുവാൻ കഴിയും. മനസ്സിലായവർക്കായി സ്തോത്രം. അഭിഷേകമുള്ളവന് ഏത് പ്രതികൂലത്തിന്റെ ചുറ്റിലും ഒരു പ്രകാശത്തെ കാണുവാൻ കഴിയോ? യെസ്. ഇന്ന് രാത്രികാലം നിന്റെ പ്രതികൂലത്തിനകത്ത് നീ ഒരു പോംവഴി കാണുന്നില്ലെങ്കിൽ, നിന്റെ പ്രശ്നത്തിനകത്ത് നീ ഒരു സൊല്യൂഷൻ കാണുന്നില്ലെങ്കിൽ, എവിടെയോ നിന്റെ അഭിഷേകം കുറഞ്ഞുപോയി, എവിടെയോ നിന്റെ അഗ്നി കുറഞ്ഞുപോയി. സ്തോത്രം. അഗ്നി കണ്ടവൻ മേഘത്തിന്റെ ചുറ്റും ഒരു പ്രകാശം കണ്ടോ? ഇന്ന് രാത്രി അഗ്നിയുടെ വെളിപ്പാടുള്ളവൻ, അഭിഷേകത്തിന്റെ വെളിപ്പാടുള്ളവൻ, പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടുള്ളവൻ നിങ്ങളുടെ മേഘത്തെ നോക്കിയിട്ട് പറ, ഇതിന്റെ ചുറ്റും ഒരു പ്രകാശത്തെ ഞാൻ കാണുന്നുണ്ട്. ആ മേഘം ഒരുപക്ഷെ ഒരു രോഗമായിരിക്കാം, ആ മേഘം ഒരുപക്ഷെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം, ആ മേഘം ഒരുപക്ഷെ നിന്റെ വിദ്യാഭ്യാസത്തിന്റെ തകർച്ചയായിരിക്കാം, ആ മേഘം ഒരുപക്ഷെ നിന്റെ തലമുറകളുടെ തകർച്ചയായിരിക്കാം. പക്ഷേ ആ മേഘത്തിന്റെ ചുറ്റും ഒരു പ്രകാശമുണ്ട്. സഹോദരങ്ങളെ, മുമ്പേ കർത്തൃദാസൻ ഇവിടെ പറഞ്ഞപ്പോൾ എൻ്റെ അകം കത്തിക്കൊണ്ടിരുന്ന ഒരു വിഷയമുണ്ട്. ദൈവം ദാവീദിന്റെ അടുക്ക പറഞ്ഞു, നിന്റെ തലമുറയെ ഞാൻ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന്. വാസ്തവത്തിൽ ദാവീദിന്റെ ചങ്കിനകത്തൂടെ തീയ അബ്നോൻ എന്നൊരുത്തനുണ്ടായിരുന്നു, അബ്ശലോം എന്നൊരുത്തനുണ്ടായിരുന്നു. ഒരുത്തനും തൻ്റെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ഉയരാതെ പ്രതീക്ഷകളെ താളം തെറ്റിച്ച് തകിടം മറിയുമ്പോൾ എൻ്റെ ഭാവി എന്താകുമെന്ന് വ്യാകുലപ്പെടുന്ന ദാവീദിന്റെ അടുക്കൽ ദൈവം പറഞ്ഞു, നിന്റെ സകല പ്രതികൂലങ്ങൾക്കും അപ്പുറം, നിന്റെ സകല മേഘത്തിനും അപ്പുറം
ഒരു പ്രകാശം, ഒരു പ്രകാശമുണ്ട് എന്ന്, ഒരു പ്രകാശമുണ്ട് എന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ പ്രകാശത്തെ കണ്ടതോടുകൂടി തീയെക്കുറിച്ചുള്ള തൻ്റെ ദർശനം മാറി. അടുത്തതായിട്ട് ഈ തീക്കകത്തേക്ക് താൻ നോക്കുമ്പോൾ, മലയാളത്തിൽ ശുക്ലസ്വർണം എന്ന് എഴുതിയിരിക്കുന്നു. ആംബർ എന്ന് പറയുന്നതായ ഒരു പ്രത്യേക തരം ഡയമണ്ട്, ഒരു സ്റ്റോണിൻ്റെ നിറം താൻ അതിൽ കാണുകയാണ്. ആമേൻ. തീയുടെ നിറം തന്നെ താൻ മാറി കാണുകയാണ്. ഒരു വജ്രത്തിൻ്റെ, ഒരു ആംബർ സ്റ്റോണിൻ്റെ കളറിലേക്ക് താൻ അത് വരികയാണ്. തൻ്റെ കാഴ്ചപ്പാടിപ്പോൾ എവിടെ മാത്രമായെന്നറിയാമോ? കൊടുങ്കാറ്റിനെ താൻ കാണുന്നില്ല, മേഘത്തെ താൻ കാണുന്നില്ല, ഒന്നിനെയും താൻ കാണുന്നില്ല. തൻ്റെ കാഴ്ച മുഴുവനും ആ തീക്കകത്തെ, ആ ആംബർ കളറിനകത്തേക്കായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ജീവിതത്തിൽ സ്വർഗം തുറന്ന ദിവ്യ ദർശനങ്ങളെ കാണണമെങ്കിൽ നിന്റെ ഫോക്കസ് മാറിയാലേ പറ്റത്തുള്ളൂ. ആമേൻ. നിന്റെ ശത്രുവിനെ നീ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കരുത്, നിന്റെ പ്രശ്നത്തെ നീ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കരുത്, നിന്റെ നിന്ദയെ നീ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കരുത്, നിന്റെ ബലഹീനതയെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കരുത്, നിന്റെ പ്രശ്നങ്ങളെ നീ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കരുത്. ആമേൻ. പൗലോസിൻ്റെ അടുക്കൽ കർത്താവ് പറയുക, നിന്റെ ബലഹീനതകളുടെ മുകളിൽ ഞാൻ കയറി എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? ഐ വിൽ റെസ്റ്റ് അപ്പോൺ യുവർ ഇൻഫോർമിറ്റീസ്. ആമേൻ. കാരണം കർത്താവിൻ്റെ ആഗ്രഹം, പൗലോസ് ഇങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ ഇൻഫോർമിറ്റീസ് അല്ല അവൻ കാണേണ്ടത്, പകരം പറയുകയാണ്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു, ഐ വിൽ റെസ്റ്റ് അപ്പോൺ യുവർ ഇൻഫോർമിറ്റീസ്. ഇന്ന് പകൽ രാത്രികാലം നിന്റെ ഇൻഫോർമിറ്റീസെ നോക്കിയിട്ട് പറ, ദിസ് ഈസ് ദ ചെയർ ഓഫ് ഹിസ് പ്രസൻസ്, ദിസ് ഈസ് ദ സീറ്റ് ഓഫ് ഹിസ് ഗ്ലോറി, this is the seat of his grace. Hallelujah. ഈ ആംബറിനകത്തേക്ക്, ഈ തീക്കകത്തേക്ക് നോക്കിയപ്പോൾ താൻ കണ്ട ദർശനമാണ് 4 ചിറകുകൾ വിരിക്കപ്പെട്ടതായ ഒരു മനുഷ്യരൂപം. 4 ചിറകുകൾ വിരിക്കപ്പെട്ടതായ ഒരു മനുഷ്യരൂപം. ഈ മനുഷ്യരൂപത്തിലേക്ക് താൻ നോക്കുമ്പോൾ 4 ചിറകുകളുണ്ട്. അതിലെ 2 ചിറകുകൾ അടുത്ത കെരൂബിനോട് അല്ലെങ്കിൽ അടുത്ത ജീവിയോട്, ഇതിനെ ഒരു ക്രിയേച്ചർ എന്നാണ് പറയുന്നത്, ജീവി, ഒരു സൃഷ്ടി, അടുത്ത സൃഷ്ടിയുടെ ചിറകിനോട് ഒട്ടിയിരിക്കുകയാണ്. മറ്റേ 2 ചിറകുകൾ കൊണ്ട് ഇത് തൻ്റെ ശരീരത്തെ മറയ്ക്കുകയാണ്. അടുത്ത ദർശനത്തിലേക്ക് വരുമ്പോൾ ഇതിന് 4 മുഖങ്ങളാണുള്ളത്. ഒന്ന് ഒരു മനുഷ്യമുഖം, ആ മനുഷ്യമുഖത്തിൻ്റെ പുറകിലായിട്ട് ഒരു കഴുകുമുഖം, ആ മനുഷ്യമുഖത്തിൻ്റെ വശത്തായിട്ടൊരു കാളമുഖം, മനുഷ്യമുഖത്തിൻ്റെ വശത്തായിട്ട് ഒരു സിംഹമുഖം. ഈ പിക്ചറിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. ഒരു മനുഷ്യമുഖം, ഒരു കഴുകുമുഖം, ഒരു സിംഹമുഖം, ഒരു കാളമുഖം. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ നിഴലായി നമുക്ക് പഠിപ്പാൻ കഴിയും. മനുഷ്യ രൂപമെടുത്ത യേശു ക്രിസ്തുവിന് നിഴലായി, കാളയെപ്പോലെ അനുസരണം തികഞ്ഞവനായ യേശുവിന് നിഴലായി, യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന് നിഴലായി, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയ ശവത്തെ തേടി മടങ്ങി വരുന്ന കഴുകിന് സദൃശ്യമായി ഇങ്ങനെ നമുക്ക് പഠിപ്പാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഒരു ക്ലോസപ്പ് പിക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അഗ്നി ചിറകുകളുമായി നിൽക്കുന്ന കഴുകുമുഖം, കാളമുഖം, മനുഷ്യമുഖം, സിംഹമുഖം എന്നിങ്ങനെ തേജസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതായ ഒരു ദർശനത്തെ യെഹെസ്കേൽ കണ്ടു. ഈ ദർശനത്തിന് അനന്തരമായി താൻ നോക്കുമ്പോൾ, ഈ 4 ജീവികളുടെയും 4 ദർശനങ്ങളുടെയും മുകളിലായി താൻ നോക്കുമ്പോൾ തനിക്ക് കാണുവാൻ കഴിഞ്ഞത് ഫിർമമെന്റ് അപ്പോൺ ദീസ് വീൽസ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഈ 4 ജീവികളും നിൽക്കുന്നത് ഒരു വീലിൻ്റെ മുകളിലാണ്. ഈ 4 ജീവികളും ഒരു വീലിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഒരു വലിയ ഫിർമമെന്റ് അവർക്ക് കാണുവാൻ കഴിയും, ഒരു വിധാനം കാണുവാൻ കഴിയും. അതിനകത്തൊരു മഴവില്ലുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഈ 4 ജീവികളും സഞ്ചരിക്കുന്നത് ഒരു ചക്രത്തിനകത്താണ്. ഈ ചക്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നാം ശ്രദ്ധിച്ചാൽ, ഈ ചക്രത്തിനകത്ത് മുഴുവനും ഇങ്ങനെ കണ്ണുകളാണുള്ളത്. ഞാൻ അതിലേക്കൊക്കെ കടന്നു വരാം. മാത്രമല്ല ഈ ചക്രത്തിന് ഇങ്ങനെ 2 സൈഡിലോട്ട് 90 ഡിഗ്രിയിൽ 2 സൈഡിലോട്ടാണ് ഇതിൻ്റെ വീലുകൾ നിൽക്കുന്നത്. ആകയാൽ അങ്ങോട്ട് പോകണമെങ്കിൽ ഇത് അങ്ങനെ പോകും, ഇങ്ങോട്ട് പോകണമെങ്കിൽ ഇത് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോകും. ആകയാൽ ഇതിന് തിരിയേണ്ട ആവശ്യമില്ല. ഈ ചക്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. ഈ ചക്രത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടത് ഇങ്ങനെയാകുന്നു: ആത്മാവിന് പോകേണ്ടുന്നിടത്തൊക്കെയും ഈ ചക്രം പോയിക്കൊണ്ടേ ഇരിക്കും. ആത്മാവിന് പോകേണ്ടുന്നിടത്തൊക്കെയും ഈ ചക്രം പോയിക്കൊണ്ടേ ഇരിക്കും. ഇവിടെ 4 ജീവികളെ കാണാം. ആ 4 ജീവികൾ സഞ്ചരിക്കുന്ന 4 വീലുകളെ നമുക്ക് കാണാം. എന്താണ് ഇതിൻ്റെ പർപ്പസ്
പർപ്പസ്, അതിലേക്ക് മാത്രമാണ് ഞാൻ കടന്നു വരുന്നത്. അത് പറയുവാനാണ് ഞാൻ ഇത്രമാത്രം പറഞ്ഞു വന്നത്. എന്താണ് ഈ നാല് രഥങ്ങളുടെ, ഈ ചാരിയറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഈ ക്രിയേച്ചേഴ്സിൻ്റെ പർപ്പസ് എന്താണ്? അതാണ് നമ്മൾ ആരംഭത്തിൽ വായിച്ചത്. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 20-ാം വാക്യം. ഒന്നുകൂടെ വായിക്കാമോ? യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 20-ാം വാക്യം. ആത്മാവിന് പോകേണ്ട ഇടത്തൊക്കെയും 19 തുടങ്ങി ഒന്ന് വായിക്കാം. 19 തുടങ്ങി. ജീവികൾ പോകുമ്പോൾ ചക്രങ്ങൾ ചേരെ തന്നെ പോകും. ജീവികൾ പോകുമ്പോൾ ചക്രങ്ങൾ ചേരെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ജീവികൾ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും പൊങ്ങും. ആത്മാവിന് പോകേണ്ട ഇടത്തൊക്കെയും അവ പോകും. ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിൽ ആയിരുന്നത് കൊണ്ട് ചക്രങ്ങൾ അവയോട് കൂടെയും പൊങ്ങും. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, ഹു ആർ ദേ? ഞാനതിനെ ഇങ്ങനെ പറയും, കാരിയർ ഓഫ് ഹോളി ഗോസ്റ്റ്. പരിശുദ്ധാത്മാവിന്റെ കാരിയേഴ്സ് ആയിരുന്നു അവർ. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, ആമേൻ, ജീവികൾ പോകുന്നിടത്തൊക്കെയും പോകുന്ന ചക്രങ്ങൾ പോലെ ആത്മാവിന് പോകേണ്ടുന്നിടത്തൊക്കെയും പോകുന്നതായ ഒരു രഥമായി, ഒരു ചാരിയറ്റായി, ഒരു ക്രിയേച്ചറായി എന്നെ ഒന്ന് മാറ്റണമേ കർത്താവേ. എൻ്റെ ഫസ്റ്റ് മെസ്സേജ് അതാണ്. ആത്മാവിന് പോകേണ്ടുന്നിടത്തൊക്കെയും പോകുന്നതായിട്ടുള്ള ഒരു ചാരിയറ്റ്, എ കാരിയർ ഓഫ് ഹോളി ഗോസ്റ്റ്, എ കാരിയർ ഓഫ് ഹോളി ഗോസ്റ്റ്. സഹോദരങ്ങളെ, ഇവിടെ യെഹെസ്കേൽ ഇത് കാണുമ്പോൾ ഇതിൻ്റെ പിമ്പിൽ വേറെ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, യെഹെസ്കേൽ ലോകത്തിലേക്ക് മുഴുവനും നോക്കുമ്പോൾ യെഹെസ്കേൽ കണ്ടുകൊണ്ടിരിക്കുന്നത് 2 കൂട്ടത്തിലുള്ള ആൾക്കാരെയാണ്. ഒരു കൂട്ടർ എന്താണെന്നറിയാമോ? തനിക്ക് തോന്നിയതുപോലെ തനിക്ക് എങ്ങോട്ട് പോകണമോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായ ഒരു ജനറേഷനെ താൻ കണ്ടുകൊണ്ടിരിക്കുക. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷൻ. ആത്മാവിന് പോകേണ്ട ഡെസ്റ്റിനേഷനൊന്നും ഇവരെ സംബന്ധിച്ചൊരു വിഷയമല്ല. ഇവർക്ക് എവിടേക്ക് പോകണമോ ഇവർ അതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വേറെ ഒരു കൂട്ടരെ യെഹെസ്കേൽ അവിടെ കാണുന്നുണ്ട്. അതാരാണ് ആ കൂട്ടരെന്ന് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ബാബിലോൺ സാമ്രാജ്യം എങ്ങോട്ട് പോകാൻ പറയുന്നോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള യഹൂദന്മാർ. നെബൂഖദ്നേസർ എങ്ങോട്ട് പോകാൻ പറയുമോ അങ്ങോട്ട് തന്നെ പോകും. മൂവിങ് അക്കോർഡിംഗ് ടു ദ ഫാഷൻ ഓഫ് ദ വേൾഡ്, മൂവിങ് അക്കോർഡിംഗ് ടു ദ സിസ്റ്റം ഓഫ് the world, moving according to the culture of the world, moving according to the tradition of the world, moving according to the generation. ആമേൻ. ആ കാലഘട്ടത്തിനൊത്തവണ്ണം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ, ആ കാലഘട്ടത്തിലെ സാമ്രാജ്യത്തിനൊത്തവണ്ണം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരെയാണ് കാണുന്നത്. അവർക്ക് യഹൂദിയയിൽ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവർക്ക് യെറുശലേമിൽ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ അത് സാധിക്കുന്നില്ല. എംപറർ ഓഫ് ബാബിലോൺ എംപയർ അവരെ എങ്ങോട്ട് ഡ്രാഗ് ചെയ്യുന്നോ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുകയാണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഡിസീസ് ഡ്രാഗ് ചെയ്യുന്നിടത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പാപം ഡ്രാഗ് ചെയ്യുന്നിടത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ലോകത്തിൻ്റെ സിസ്റ്റം ഡ്രാഗ് ചെയ്യുന്ന ഇടത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, ഇത് എവിടെ വെച്ചാണ് എഴുതിയതെന്ന് നാം വായിക്കുമ്പോൾ യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കെബാർ നദിയുടെ തീരത്തുള്ള തെൽ അബീബ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത് എഴുതിയത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കെബാർ നദീ തീരത്തുള്ളതായ സ്തോത്രം തെൽ അബീബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഇതിലേക്ക് നാം കടന്നു വരുമ്പോൾ യെഹെസ്കേൽ ഈ ദർശനം കാണുന്നതിനകത്തൊരു ഭാഗമുണ്ട്. ഇവിടെ ടെൽ അബീബ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വില്ലേജ് ഈ യഹൂദന്മാർക്ക് വേണ്ടി പ്രത്യേകം പണിതു കൊടുത്തിരിക്കുകയാണ്. ഈ കെബാർ നദിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ കെബാർ നദി പ്രകൃതി ഉണ്ടാക്കിയ ഒരു നദിയല്ല. യൂഫ്രട്ടീസ് നദി ഒഴുകിപ്പോകുമ്പോൾ യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം ബാബിലോണിൽ എത്തിക്കുവാൻ വേണ്ടി നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കി എടുത്ത ഒരു നദിയാണ് കെബാർ നദി. അപ്പോൾ കെബാർ നദീ തീരത്തിരുന്ന് യെഹെസ്കേൽ നോക്കുമ്പം നദി പോലും ഇപ്പോൾ ആര് പറയുന്ന പോലെ ഒഴുകത്തുള്ളൂ. ആമേൻ. ബാബിലോൺ പറയുന്നത് പോലെ ഒഴുകത്തുള്ളൂ.
Even the nature is flowing according to the empire of Babylon. ബാബിലോൺ എംപയർ പറയുന്നത് പോലെ നദി ഒഴുകത്തുള്ളൂ. ബാബിലോൺ എംപയർ പറയുന്നത് പോലെ സകല മനുഷ്യനും ഒഴുകത്തുള്ളൂ. ആമേൻ. സകലരും ബാബിലോണിൻ്റെ ഫ്ലോയ്ക്ക് അനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പ്രവാചകനായിരിക്കുന്ന യെഹെസ്കേൽ ഒരു ദർശനം കാണുകയാണ്. ലോകം മുഴുവനും ബാബിലോണിൻ്റെ ഡ്രാഗിങ്ങിനനുസരിച്ച് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം വേറെ ഒരു ജനറേഷനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്പിരിറ്റ് മൂവിങ് അനുസരിച്ച് മൂവ് ചെയ്യുന്നതായ ഒരു ജനറേഷനെ. ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രികാലം ഞാൻ ഇതിനകത്ത് നിൽക്കുമ്പോൾ ഞാൻ ഇതിനകത്ത് അങ്ങനെ ഒരു ചില ക്രിയേച്ചേഴ്സിനെ, അങ്ങനെ ചില കാരിയേഴ്സിനെ ഞാൻ കാണുന്നുണ്ട്. നോട്ട് ടു മൂവ് അക്കോർഡിംഗ് ടു ദ ഫാഷൻ ഓഫ് ദ വേൾഡ്, നോട്ട് ടു മൂവ് അക്കോർഡിംഗ് ടു ദ സിസ്റ്റം ഓഫ് ദ വേൾഡ്, ബട്ട് ടു മൂവ് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്, അക്കമ്പനിങ് സ്പിരിറ്റ്, ഫോളോയിങ് സ്പിരിറ്റ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവ പൈതലെ, നിന്നോട് ഞാൻ പറയട്ടെ, നിന്റെ പ്രൊസീഡിങ്ങിനെ നിർണയിക്കുന്നത് ഒരു പൈശാചിക ശക്തി അല്ല. നിന്റെ പ്രൊസീഡിങ്ങിനെ നിർണയിക്കുന്നത് ഒരു ഹ്യൂമൻ സിസ്റ്റം അല്ല. നിന്റെ പ്രൊസീഡിങ്ങിനെ നിശ്ചയിക്കുന്നത് ഒരു എംപററുമല്ല, അവന്റെ എംപയറുമല്ല. യു ഷുഡ് മൂവ് അക്കോർഡിംഗ് ടു ദ ഗൈഡൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ സഞ്ചരിക്കുന്ന ഒരു വിഭാഗം ഇന്ന് രാത്രികാലം ഇതിനകത്തിരിക്കുമ്പോൾ നിന്റെ തലമുറ പരിശുദ്ധാത്മാവിനെ അക്കമ്പനി ചെയ്ത് മൂവ് ചെയ്യട്ടെ. നിന്റെ ഫിനാൻഷ്യൽ റലം പരിശുദ്ധാത്മാവിനെ അക്കമ്പനി ചെയ്ത് മൂവ് ചെയ്യട്ടെ. നിന്റെ ജോലിയിലെ പൊസിഷൻ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ അക്കമ്പനി ചെയ്ത് മൂവ് ചെയ്യട്ടെ. ഇവിടെ നെബൂഖദ്നേസർ യൂഫ്രട്ടീസ് നദിയെ വരെ ഡൈവേർട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നെബൂഖദ്നേസറിന് യൂഫ്രട്ടീസ് നദിയെ ഡൈവേർട്ട് ചെയ്യാൻ കഴിയും, പക്ഷെ നിന്നെ ഡൈവേർട്ട് ചെയ്യാൻ കഴിയത്തില്ല. Because you are accompanying the power of Holy Ghost. Holy Spirit. ഇന്ന് രാത്രി ഇതിനകത്ത് ചില ഡ്രാഗിംഗ് ഫോഴ്സസിനെ ഞങ്ങൾ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുകയാണ്. Rebuking the dragging forces. You will not be dragged anymore. You will not be dragged anymore. You will not move according to his will or her will, but you will move according to the power of Holy Ghost. Heaven will decide where to move. Heaven will decide. Heaven will decide where to move. Amen. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രഹേളികയല്ല. ഇറ്റ്സ് ടാഞ്ചിബിൾ. It's applicable in every realm of your life, in every aspect of your life. It may be your profession, it may be your children's education, whatever may be. I believe. Amen. Amen. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരു തീ മാത്രമല്ല, ആ തീക്കകത്ത് ഒരു ആംബറുണ്ട്. ആമേൻ. അതിനകത്തൊരു ഭയങ്കര സ്റ്റോൺ ഉണ്ട്, അതിനകത്തൊരു ഭയങ്കര വിലപിടിപ്പുള്ള വജ്രമുണ്ട്. പുറത്തു നിന്ന് നോക്കുമ്പോൾ അഭിഷേകം ഒരു തീയാണ്, പക്ഷെ അഭിഷേകത്തിനകത്തൊരു ആംബർ സ്റ്റോൺ ഉണ്ട്. ഇന്ന് രാത്രി ആ പ്രഷ്യസ്നെസ് ഓഫ് ഹോളി ഗോസ്റ്റ് അതിനെ റിസീവ് ചെയ്തിട്ട് അനോയിന്റിങ് ഇതിനകത്ത് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ആമേൻ. Amen. Rakamana saitaram pravasya kola manavia. Rukosya pravasaitaram pravasmahaniya. സഹോദരങ്ങളെ, ഇനിയുള്ള ചുരുങ്ങിയ നിമിഷങ്ങളിൽ എനിക്ക് ഈ പ്രസംഗത്തിൻ്റെ അടുത്ത ഭാഗം എടുക്കാൻ കഴിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ഈ ഭാഗത്തെ ഞാൻ വ്യക്തമായി പറയട്ടെ. എല്ലാ കാലഘട്ടത്തിലും ഒരു നേച്ചർ മൂവ്മെൻറ്റ്, ഒരു എംപയർ മൂവ്മെൻറ്റ് ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം നടുവിൽ ദൈവം ചിലരെ ചൂസ് ചെയ്തു. സം എലക്ട് വൺസ് വെയർ ദെയർ. അവർ അതിൻ്റെ ഓപ്പോസിറ്റാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു 3 ഉദാഹരണം പറയാം. നോഹയുടെ പ്രളയത്തിൽ വെള്ളം പൊങ്ങിയപ്പോൾ അവിടുത്തെ എല്ലാ വീടുകളും മുങ്ങി. അവിടുത്തെ കാറില്ല എങ്കിലും ഞാൻ പറയുക, എല്ലാ കാറുകളും മുങ്ങി, എല്ലാ സ്കൈ സ്ക്രാപ്പേഴ്സും മുങ്ങി, അവിടുത്തെ എല്ലാ ബിൽഡിങ്ങുകളും മുങ്ങി, അവിടുത്തെ എല്ലാം മുങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടുത്തെ സിസ്റ്റം എന്തായിരുന്നു?
ആമേൻ, മുങ്ങുകയായിരുന്നു. സിങ്കിങ് കൾച്ചർ. പക്ഷേ അതിൻ്റെ നടുവിൽ കൃപ ലഭിച്ചവൻ പണിത, നീതിമാൻ പണിത ഒരു പെട്ടകമുണ്ടായിരുന്നു. അത് സിങ്ക് ചെയ്യുകയായിരുന്നില്ല, അത് ഫ്ലോട്ട് ചെയ്യുകയായിരുന്നു. അല്ല, അത് എക്സോൾട്ട് ചെയ്യപ്പെടുകയായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സ്പിരിറ്റ് അക്കമ്പനീഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, the one who accompanies the Holy Spirit, he will not move according to the nature, according to the system, according to the empire or emperor. It will move according to the will of God. നീ താഴണോ മുങ്ങണോ എന്ന് ലോകമല്ല തീരുമാനിക്കുന്നത്. നീ താഴണോ മുങ്ങണമോ എന്ന് സ്വർഗമാ തീരുമാനിക്കുന്നത്. Holy Spirit, Holy Spirit, പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരെ റിലീസ് ചെയ്തു വിടുന്നു. നിന്റെ മുകളിൽ നിന്ന് ആ പൈശാചിക ക്ലച്ചസിനെ ദൈവം റിലീസ് ചെയ്യുന്നു. പിശാചിന് നിന്നെ ഡ്രാഗ് ചെയ്യാൻ കഴിയത്തില്ല. ശാപത്തിന് നിന്നെ ഡ്രാഗ് ചെയ്യാൻ കഴിയത്തില്ല. ഒരാഭിചാരത്തിന് നിന്നെ ഇനി ഡയറക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. No witchcraft, no sorcery can drag you. You will be lifted by the power of Holy Ghost. Spirit is moving you and touching you. Pura mahasi bahadarasya. Ruba lahasya pros mahadia bara. Jesus. Holy Spirit, Holy Spirit, Holy Spirit is happening here. The clutches of hell is going to be broken. പൈശാചിക പിടികൾ വിട്ടുമാറുന്നു. അന്ധകാരാധിപത്യങ്ങൾ വിട്ടുമാറുന്നു. Yes, your spiritual level, your financial level, your family life, nothing in your life will be dragged by the evil spirit or the satanic realm, but it will be directed by the power of Holy Ghost. Amen. 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 ഒരു നിമിഷം. മിസ്രൈമിൽ ക്ഷാമം സംഭവിച്ചു. പൊതുവെ ഒരു ദേശത്ത് ക്ഷാമം സംഭവിച്ചാൽ എല്ലാവരുടെയും ജോലി പോകും. പക്ഷെ എല്ലാവരുടെയും ജോലി പോകുന്ന ക്ഷാമകാലത്ത് യോസേഫിന്റെ പൊസിഷൻ, ആമേൻ, you will not move according to the system of the world, but you will be lifted by the power of Holy Ghost. ഇന്ന് രാത്രി ഈ ജനത്തിന്റെ ഫിനാൻഷ്യൽ, പ്രൊഫഷണൽ, എഡ്യൂക്കേഷണൽ റലത്തിന്മേൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ ആധിപത്യത്തെ കൽപ്പിക്കുന്നു. Be the rulers of the kingdom. Be the princess of the kingdom of heaven. Be the ambassadors of the kingdom of heaven. You are appointed one now. You are appointed one. Samarana haturi minia shagal ganapia. Jesus. ഞാൻ എപ്പോഴും പറയും, അനോയിന്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അപ്പോയിന്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അനോയിന്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അപ്പോയിന്റ് ചെയ്യപ്പെടുകയാണ്. യു ആർ ദ അപ്പോയിന്റഡ് വൺ ഓഫ് ഹെവൻസ് കിങ്ഡം. സ്തോത്രം. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. നോഹയുടെ കാലത്ത് എല്ലാവരും മുങ്ങിയപ്പോൾ കൃപയുള്ളവൻ്റെ നീതിമാന്റെ പെട്ടകം പൊങ്ങിക്കൊണ്ടേയിരുന്നു. വെള്ളം കുറയുമ്പോൾ എല്ലാം ഒഴുകി കടലിൽ പോകും. പക്ഷെ നോഹയുടെ പെട്ടകം പർവ്വതത്തിൽ ഉറച്ചു. ആമേൻ. പൊക്കിയത് ദൈവമാണെങ്കിൽ കടലിൽ പോകത്തില്ല, പർവ്വതത്തിൽ. രണ്ട്
യോസെഫിൻ്റെ കാലത്ത് ക്ഷാമം വന്നു, എല്ലാവരുടെയും ജോലി പോയി. ജോലി പോയപ്പോൾ യോസെഫിന് മാത്രം പ്രമോഷൻ കിട്ടി. അടുത്ത ഭാഗം, ക്ഷാമം വരുമ്പോൾ, ദേശത്ത് ക്രൈസിസ് വരുമ്പോൾ കുടുംബങ്ങളെല്ലാം നാലുപാടേക്കും ചെതറിപ്പോകും. പക്ഷേ ക്ഷാമം വന്നപ്പോൾ, ക്രൈസിസ് വന്നപ്പോൾ യോസെഫിൻ്റെ, യാക്കോബിൻ്റെ കുടുംബം മുഴുവനും അവർ ഒരുമിച്ച് ഒന്നായി തീർന്നു. എൻ്റെ ഫാമിലിയെ സിസ്റ്റം ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയരുത്. യെസ്, അതെ, ഞാൻ ദുഃഖത്തോടുകൂടെ പറയട്ടെ, പെന്തക്കോസ്തുകാർക്ക് പോലും ഇന്ന് ഏറ്റവും ഇഷ്ടമുള്ള പ്രസംഗം ഉള്ളത് എന്താണെന്നറിയോ? ഇത് അന്ത്യകാലമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സഭകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്, അയ്യോ ഇതൊരു വല്ലാത്ത കാലമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ എത്ര നോക്കിയിട്ടും എനിക്ക് ആ തകർന്നുകൊണ്ടിരിക്കുന്ന തലമുറകളെയോ വഴിപഴച്ചു പോകുന്നവരെയോ കാണാനല്ല ദൈവം എൻ്റെ കണ്ണുകൾ തുറക്കുന്നത്. ഇതിൻ്റെ അകത്ത് ദൈവം ഒരു ജനറേഷനെ, ആമേൻ, ആ ജനറേഷനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജനറേഷനെ, ഹോളി സ്പിരിറ്റ്, ആമേൻ, ആമേൻ, കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ അടയാളമായി കള്ളപ്രവാചകന്മാർ പലരും എഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേരിന്ന് കർത്താവിൻ്റെ വരവിൻ്റെ അടയാളമായിട്ട് കള്ളപ്രവാചകന്മാരെ കാണുന്നവരുണ്ട്. പക്ഷെ ഞാൻ കണ്ണു തുറക്കുമ്പോഴെല്ലാം എന്താ കാണുന്നതെന്നറിയാമോ? കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കൃപാവരങ്ങളിൽ ഒന്നിലും കുറവില്ലാത്ത ഒരു സഭയെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ കണ്ണുകൾ കള്ളപ്രവാചകനെ കാണാനുള്ളതല്ല, എൻ്റെ കണ്ണുകൾ തകർന്ന പാപത്തെ കാണാനുള്ളതല്ല, എൻ്റെ കണ്ണുകൾ പിന്മാറ്റത്തെ കാണാനുള്ളതല്ല. കർത്താവ് എൻ്റെ അടുക്കൽ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ കണ്ണുകൾ എങ്ങനത്തേതാണെന്ന് നിനക്കറിയാമോ? കർത്താവ് എൻ്റെ അടുക്കൽ പറഞ്ഞു, ദോഷം കാണാതെ വണ്ണം കണ്ണ് അടച്ചു കളയുന്നതാണ്. എൻ്റെ വായ് ഏതാണെന്നറിയാമോ? അധമമായത് ഒഴിച്ചു കളയുന്നതാണ്. സോ ഐ ആം ഹിയർ ടു പ്രീച്ച് നോട്ട് ദ ബാക്ക് സ്ലൈഡിങ് ഓർ ദ ഡാമിനേഷൻ ഓഫ് ദ ചർച്ച്, ബട്ട് ദ റിസറക്ഷൻ ഓഫ് ദ ചർച്ച്, ദ ഹോപ്പ് ഓഫ് ദ ചർച്ച്. യെസ്, ഇന്നത്തെ തലമുറകളെല്ലാം വഴിതെറ്റിപ്പോയെന്ന് പറഞ്ഞ് എഴുതി തള്ളരുത്. ഇന്നത്തെ എത്ര തലമുറ വഴിതെറ്റിപ്പോയാലും ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന തലമുറ വിശുദ്ധരായിത്തീരുമെന്ന് പറഞ്ഞു. Not to move according to the fashion system of the world, but to accompany Holy Spirit. ആത്മാവിന് പോകേണ്ടുന്നിടത്തൊക്കെ പോകും. ഞാൻ പറഞ്ഞല്ലോ ഓരോന്നോരോന്നായി. നോഹയുടെ കാലം, യോസെഫിൻ്റെ പ്രൊഫഷണൽ റലം, യാക്കോബിൻ്റെ ഫാമിലി റലം. ഒന്നുകൂടെ പറഞ്ഞു ഞാൻ നിർത്താം. സ്തോത്രം. മിസ്രൈമിൽ ദേശത്തെല്ലാം കൂരിരുട്ടുണ്ടായി, പക്ഷേ ഇസ്രായേൽ മക്കൾ പാർത്ത ദേശത്ത് വെളിച്ചമുണ്ടായിരുന്നു. മിസ്രൈം ദേശത്ത് എവിടെയും തവള വന്നു. 9 ബാധകൾ വന്നപ്പോഴും ഗോശേൻ ദേശത്തെ ദൈവം സൂക്ഷിച്ചു. 10ാമത്തെ ബാധ വന്നപ്പോഴും രക്തം കണ്ട വീടിനെ മാറിപ്പോയി. അതിനെക്കാട്ടിലും വലിയൊരു മിറക്കിൾ ഞാൻ പറയാം. യെസ്, ഈ ചില നെഗറ്റീവ് തിയോളജിയൻസ് പറയും, കോണ്ടെക്സ്ച്വലി ഇസ്രായേൽ ചെങ്കടൽ കടന്നതൊരു വലിയ മിറക്കിളല്ല, അവിടെ മുട്ടറ്റം വെള്ളമേ ഉള്ളായിരുന്നു, അതൊന്ന് വലിഞ്ഞു മാറിപ്പോയെന്നേ ഉള്ളൂ, അത് വേലിയേറ്റമോ വേലിയിറക്കമോ ആയിരിക്കാമെന്ന്. അത് കേട്ടൊരു പാവപ്പെട്ട ഭക്തൻ പറഞ്ഞു, അത് ദൈവം ചെയ്തത് അത്ഭുതമൊന്നുമല്ല, പക്ഷേ അത് കഴിഞ്ഞ് ദൈവം ഒരു അത്ഭുതം ചെയ്തു. ഈ ഫറവോൻ്റെ രഥങ്ങളെയും ഈ ഫറവോനെ എല്ലാം കൂടെ ആ മുട്ടറ്റം വെള്ളത്തിൽ മുക്കിക്കൊന്നില്ലേ. യെസ്, ഞാൻ പറയാൻ വന്ന സാഹചര്യം ഇതാണ്. യെസ്, ചെങ്കടലിൽ വെള്ളം ഉണ്ടായിരുന്നോ ഇല്ലയോ, ചെളിയായിരുന്നോ ഉണങ്ങിയോ എന്തു ആയിക്കൊള്ളട്ടെ, പക്ഷെ ഞാനൊന്ന് പറയാം, ഫറവോൻ്റെ രഥചക്രങ്ങൾക്ക് കടക്കാൻ കഴിയാത്തതിനെ ഇസ്രായേൽ ഒറ്റ രാത്രി കൊണ്ട് കടന്നു. യെസ്, കാരണം കഴുകൻ്റെ ചിറകിന്മേൽ അവർ വഹിക്കപ്പെടുകയായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ഈ ദൈവവചന ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ഇതിനകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, നിന്നെ നെബൂഖദ്നേസർ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോയതുപോലെ നിന്നെ ഡ്രാഗ് ചെയ്യത്തില്ല. യെഹെസ്കേൽ പ്രവാചകൻ കെബാർ നദിയുടെ തീരത്തിരിക്കുമ്പോൾ ദൈവം പറയടാ, ഈ ഒഴുകുന്ന നദിയെ നെബൂഖദ്നേസർ ഡൈവേർട്ട് ചെയ്തതാ, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ജനറേഷനെ കീപ്പ് ചെയ്യുന്നുണ്ട്. യെസ്, നദിയെ അവൻ ഡൈവേർട്ട് ചെയ്യും, പക്ഷേ
uninfluenced by the Babylonian Empire. ഇന്ന് രാത്രി ആ അഭിഷേകത്തെ ഇതിനകത്ത് എത്ര പേർ സ്വീകരിക്കും? കണ്ണുകളെ അടച്ച് അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിച്ചു പറ, ആമേൻ, എൻ്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എവിടേക്ക് എന്നെ അയച്ചാലും I will accompany you. I will be a carrier of Holy Ghost. I will be a carrier of Holy Ghost. ഇന്ന് രാത്രി ഇതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ കാരിയേഴ്സിനെ ദൈവം ആഗ്രഹിക്കുകയാണ്. യെസ്, വായി തുറന്ന് പറ, I will be a carrier of Holy Ghost. I will be a carrier of Holy Ghost. വായി തുറന്ന് ശബ്ദിക്ക്, I will be a carrier of Holy Ghost. My church will be a carrier of Holy Ghost. My generation will be a carrier of Holy Ghost. My offspring, my seed will be a carrier of Holy Ghost. ഇതിനകത്തു നിന്ന് പരിശുദ്ധാത്മാവിനെ അക്കമ്പനി ചെയ്യുന്ന, പരിശുദ്ധാത്മാവിനെ ക്യാരി ചെയ്യുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് നിൽക്കട്ടെ. നിങ്ങളുടെ എഴുന്നേറ്റ് നിൽക്കുന്നത് ഒരു ടെസ്റ്റിമണി, ഒരു കൺഫെഷൻ ആയിരിക്കും. യെസ്, I will be a carrier of Holy Ghost, not to be dragged by the power of evil realm, but to be guided by the power of accompanying Holy Spirit.